സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സാർ നമസ്കാരം. നമസ്തേ അയ്യപ്പദാസ്. സാർ, ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വാർത്തകൾ, അതായത് യുദ്ധത്തെ സംബന്ധിച്ച് അപ്ഡേറ്റ്സിൽ പറയുന്നത്, ഇന്ന് കേൾക്കുന്നത് യുദ്ധം ഇരു രാജ്യങ്ങളും, അതായത് US-ഉം ഇറാനും യുദ്ധം തൽക്കാലം നിർത്തിവെക്കുന്നു എന്ന് ഇരു കൂട്ടരും സംസാരിക്കുന്നു. അപ്പോൾ ആർക്കും മേൽക്കൈയില്ല, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് മേൽക്കൈ ഉണ്ടോയെന്ന് വെച്ചാൽ മേൽക്കൈയില്ല. അപ്പോൾ ഇങ്ങനെ യുദ്ധം നീണ്ടുപോകുമ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഭാവി ഇനി എന്തായിത്തീരും? കാര്യം പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. രാജ്യം ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിക്കുന്നതനുസരിച്ചും ഒരു വല്ലാത്ത പ്രതിസന്ധിയാണ് ലോകത്തുണ്ടായിരിക്കുന്നത്. സർ, എന്തായിത്തീരാനാണ് ഇനി ഈ യുദ്ധത്തിൻ്റെ സാധ്യത? ഏറ്റവും പുതിയ വാർത്തകൾ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ ഒരു വെടിനിർത്തൽ ഉണ്ടായിരിക്കുകയാണ്. ഈ വെടിനിർത്തൽ അമേരിക്കയും ഇറാനും തമ്മിൽ എന്തെങ്കിലും ചർച്ച നടത്തി അങ്ങനെ ഒരു ധാരണയിൽ എത്തിച്ചേർന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള വെടിനിർത്തലല്ല. ഇപ്പോഴുണ്ടായിരിക്കുന്നത് രണ്ടു കൂട്ടർക്കും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായ സ്ഥിതിക്ക് അമേരിക്ക ആദ്യം ആക്രമണം നിർത്തി, ഇറാനും അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചു. അങ്ങനെ തൽക്കാലം യുദ്ധത്തിനൊരു വിരാമം ഉണ്ടായി. പക്ഷെ ഇത്തരം അർദ്ധവിരാമങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷെ യുദ്ധത്തിന്റെ ഒരു അവസാനത്തിലേക്കും സ്ഥിരമായ സമാധാനത്തിലേക്കും നയിച്ചില്ല എന്നുള്ളത് ഈ ഇപ്പോൾ ഉള്ള 2 ദിവസമായിട്ട് അനുഭവിക്കുന്ന വെടിനിർത്തലും അതേ പാതയിലൂടെയാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നത് ഇപ്പോഴുള്ള യാഥാർത്ഥ്യങ്ങളുടെയും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രണ്ടു കൂട്ടരും ഒരു ചർച്ച നടത്തി ധാരണയുടെ അടിസ്ഥാനത്തിലല്ല ഈ വെടിനിർത്തലിൽ എത്തിച്ചേർന്നത് എന്നുള്ളത് കൊണ്ടുമാണ്. അപ്പോ യുദ്ധത്തെ നിരീക്ഷിക്കുന്ന വിദഗ്ധർ പറയുന്നത് ഈ യുദ്ധവിരാമത്തിന്റെ കാരണം, അല്ല ഈ വെടിനിർത്തലിന്റെ കാരണം, അമേരിക്കയുടെ കൈവശം ആയുധങ്ങളുടെ കുറവുണ്ട്, ഇറാന്റെ കൈവശവും ആയുധങ്ങളുടെ കുറവുണ്ട്. അപ്പൊ തൽക്കാലത്തേക്ക് യുദ്ധം നിർത്തിവെക്കുന്നത് രണ്ടു കൂട്ടർക്കും നല്ലതാണ്. അതുകൊണ്ടാണ് അമേരിക്ക യുദ്ധം നിർത്തിയത്. കുറച്ചു നാളിന് മുമ്പ് തന്നെ വാർത്തകൾ വന്നിരുന്നു, അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകൾക്ക് അമേരിക്കയ്ക്ക് ഏതാണ്ട് അമേരിക്കയുടെ കൈവശമുള്ള മിസൈലുകളുടെ 60% അമേരിക്ക ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനി 40% ബാക്കിയുള്ളൂ എന്ന് ഒരു മാസം മുമ്പുള്ള റിപ്പോർട്ടുണ്ട്. എന്തായാലും ഇപ്പൊ സ്ഥിതി അതിലും വഷളാണ്. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് യുക്രൈന് ആയുധങ്ങളും പണവും കൊടുക്കണം, ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്യണം. അപ്പൊ ഇത് രണ്ടിനൂടെ അമേരിക്കയുടെ കൈവശമുള്ള സ്റ്റോക്ക് കൊണ്ട് സാധ്യമല്ല. അതാണ് അമേരിക്ക അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് താഡ്, പേട്രിയോട്ട്, ഇങ്ങനെ 2 സംവിധാനങ്ങൾ. താഡ് മുഖ്യമായിട്ടും ബാലിസ്റ്റിക് മിസൈലുകളിൽ, പേട്രിയോട്ട് ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈല്, അതുപോലെ ഡ്രോണുകള്, പിന്നെ അതുകൂടാതെ ക്രൂയിസ് മിസൈല്, എല്ലാത്തിനെയും പ്രതിരോധിക്കാൻ പേട്രിയോട്ടിന്റെ ഇന്റർസെപ്റ്റർ മിസൈലുകൾക്ക് കഴിയും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് അവിടെ അങ്ങനെ ഒരു ഷോർട്ടേജ് ഉണ്ടായി. ഇറാന്റെ കാര്യം എടുത്താൽ, ഇറാന് ഷഹീദ് ഡ്രോൺ ഉൾപ്പെടെയുള്ള ഡ്രോണുകളുടെ കാര്യത്തിൽ എണ്ണത്തിൽ കുറവ് ആയിട്ടുണ്ട്. ഇറാന്റെ കയ്യിൽ സ്റ്റോക്ക് വളരെ കുറവ്. ഈ ഷഹീദ് ഡ്രോണിന്റെ ടെക്നോളജി ഇപ്പൊ റഷ്യക്ക് കൊടുത്തിട്ട് റഷ്യയിൽ നിന്ന് നിർമ്മിച്ച് തിരിച്ച് ഇറാനിലോട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും ഒരു ഗതികേടിലാണ് ഇറാൻ. ഈ 2 രാജ്യങ്ങൾക്കും അനുഭവിക്കുന്ന ഈ ദൗർലഭ്യം അവരെ കൊണ്ട് വെടിനിർത്തലിലേക്ക് എത്തിച്ചു. ഇതിനിടയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഷയം എന്നത്, യുക്രൈൻ ഇറാന്റെ കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പൊ ഇത് കേൾക്കുന്നവർക്ക് തോന്നുന്നു ഇതെന്തൊരു കാര്യമാണ്, യുക്രൈനും ഇറാനും തമ്മിൽ യുദ്ധമൊന്നുമില്ല, പിന്നെ എന്തുകൊണ്ടാണ് യുക്രൈൻ ഇറാന്റെ കപ്പൽ എന്ന് വെച്ചാൽ സൈനിക കപ്പൽ യുക്രൈന്റെ അടുത്ത് പോവില്ല. പക്ഷേ ഇറാന്റെ മർച്ചന്റ് നേവി വെസൽസ്, അതായത് ചരക്ക് കപ്പലുകൾ, യുക്രൈന് സമീപത്തൂടെ പോകുന്ന ഒരു ചരക്ക് കപ്പലിനെ ഇന്നലെ യുക്രൈൻ ആക്രമിച്ച് അത് നശിപ്പിക്കുകയും അതിലെ ജീവനക്കാരായ 4ഓളം പേര് മരിച്ചെന്നും നിരവധി പേരെ കാണാനില്ല എന്നുമൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരികയും ചെയ്തു. കനത്ത തിരിച്ചടി യുക്രൈന് കൊടുക്കുമെന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ യുക്രൈൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്,
ഇറാൻ വിദേശകാര്യമന്ത്രി പറയുന്നത് യുക്രൈനെ ഇറാനും തമ്മിൽ എന്ത് പ്രശ്നമാണ്, പിന്നെ എന്തിനാണ് ഇറാന്റെ കപ്പലിനെ യുക്രൈൻ ആക്രമിച്ചതെന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി ചോദിച്ച ചോദ്യം. അതിന് മറുപടി യുക്രൈൻ പറഞ്ഞത്, റഷ്യക്ക് ഷഹീദ് ഡ്രോണുകൾ, ആയിരക്കണക്കിന് ഡ്രോണുകൾ ഇറാൻ സപ്ലൈ ചെയ്തിരുന്നു ആദ്യം. ഇപ്പോ അവർക്ക് ടെക്നോളജി കൈമാറി റഷ്യ അത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് അത്തരം ഡ്രോണുകൾ നിർമ്മിക്കുന്നു. അപ്പോ ഇറാന്റെ ഡ്രോണുകൾ യുക്രൈനെ ആക്രമിക്കാൻ റഷ്യക്ക് വിറ്റു എന്നത് തന്നെ യുക്രൈനെ ആക്രമിച്ചു എന്നതല്ലേ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ നേരത്തെ തന്നെ ഞങ്ങളെ ആക്രമിച്ചിരുന്നല്ലോ, ഞങ്ങൾ ഇപ്പോഴാണല്ലോ തിരിച്ചടിച്ചത്. അതുകൊണ്ട് അത്തരം ഭീഷണിയൊന്നും ഇവിടെ ചെലവാകില്ല. ഞങ്ങളും യുദ്ധം ചെയ്ത് തഴക്കവും പഴക്കവുമുള്ള ഒരു വിഭാഗമാണ് ഞങ്ങൾ, നമുക്ക് തമ്മിലും വേണമെങ്കിൽ യുദ്ധമാകാം എന്നുള്ള നിലയിലേക്ക് യുക്രൈൻ തിരിച്ചു മറുപടി കൊടുത്തു. അപ്പൊ ഇത് ആരൊക്കെ തമ്മിലാണ് ഇനി യുദ്ധം നടക്കാൻ പോകുന്നത്? ഈ യുദ്ധം മിഡിൽ ഈസ്റ്റിൽ നിന്നും സെൻട്രൽ ഏഷ്യയിലേക്കൂടെ വ്യാപിക്കുകയാണോ എന്നൊരു ചോദ്യവും വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു വിഷയം, ഈ ചെങ്കടലിലൂടെ ഉള്ള എണ്ണയുടെ വ്യാപാരം സൗദി അറേബ്യ തുടങ്ങിക്കഴിഞ്ഞു. അതിനെ നേരിടാനായിട്ട് ഇറാന്റെ പ്രോക്സി സൈന്യമായ ഹുതികൾ, അതായത് യമനിലെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഹുതികൾ. അപ്പൊ ആ ഹുതികള് ചെങ്കടലിലൂടെ പോകുന്ന സൗദി അറേബ്യൻ കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോ യുദ്ധം നടക്കുന്നത് അമേരിക്ക ഇസ്രായേൽ ഒരു ഭാഗത്തും ഇറാൻ മറ്റൊരു ഭാഗത്തും അങ്ങനെയല്ല. ഇപ്പൊ ഇറാനും ഹുതികളും ഒരു ഭാഗത്ത്, അമേരിക്ക, യുക്രൈൻ, ഇസ്രായേല്, സൗദി, ഇതെല്ലാം കൂടെ വേറൊരു ഭാഗത്ത്. അപ്പൊ യുദ്ധം വ്യാപിക്കുകയാണ് എന്നുള്ളതിന്റെ ഒരു ചെറിയ സൂചന ഇപ്പോൾ വന്നു തുടങ്ങിയിരിക്കും. അപ്പൊ സമാധാനം ഇനി അത്ര എളുപ്പമല്ല. കാരണം ആദ്യം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു സമാധാനം മതിയായിരുന്നു. ഇനിയിപ്പൊ യുക്രൈൻ ഇതിലോട്ട് വരുന്നു, ഹുതികൾ വരുന്നു, സൗദി വരുന്നു. ഇനി സമാധാനം വരണമെങ്കിൽ ആരെല്ലാം തമ്മിൽ സമാധാനം വരണം? ആരെല്ലാം തമ്മിൽ ചർച്ച നടത്തണം? ഏതെല്ലാം വിഷയങ്ങൾ പരിഹരിക്കപ്പെടണം? ചെറിയൊരു ഒരു നിശ്ചിതമായ ഒരു വിഷയത്തിൽ നിന്നും അനിശ്ചിതത്വത്തിലേക്ക് യുദ്ധം വികസിച്ചിരിക്കുകയാണ്. ഇത് വല്ലാത്ത ഒരു പ്രതിസന്ധി ലോകത്തുണ്ടാകും. പിന്നെ എണ്ണയുടെ വില പെട്ടെന്ന് വീണ്ടും കുതിച്ചുയർന്നു. ഇന്നലെ 2 ദിവസത്തെ വെടിനിർത്തൽ വന്നപ്പം വീണ്ടും താഴോട്ട് വന്നു. അവിടെ പിന്നെ ഞാൻ കാണുന്നത് അപ്രതീക്ഷിതമായിട്ട് കുതിച്ചുയർന്നു, താഴോട്ട് വരുന്നു, ഒരു അനിശ്ചിതത്വം. ആ അനിശ്ചിതത്വമാണ് വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളതേ ഉള്ളൂ, നമ്മൾ മറ്റു വഴികൾ തേടും. ഇത് ചിലപ്പോൾ ആവശ്യത്തിലധികം, ചിലപ്പോൾ ഒട്ടുമേ ഇല്ല, അങ്ങനെയൊക്കെയുള്ള ഒരു അനിശ്ചിതത്വം. ഇത്തരം അനിശ്ചിതത്വങ്ങൾ സാധാരണ അപകടകരമാണ്. അത് സമാധാനത്തിന്റെയും യുദ്ധത്തിന്റെയും സമ്പദ് വ്യവസ്ഥയുടെ ഏത് കാര്യത്തിലും അനിശ്ചിതത്വമാണ് ഒരു കലാപം അല്ലെങ്കിൽ മഹാദുരന്തത്തിലേക്ക് നയിക്കുന്നത്. അനിശ്ചിതത്വമാണ്. അപ്പൊ ഈ അനിശ്ചിതത്വത്തിന്റെ ദിനങ്ങളിലേക്ക് ഈ യുദ്ധം മാറിയിരിക്കും. അമേരിക്കയിൽ ട്രംപിനെതിരെ വലിയ ഒരു രോഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ട്രംപ് അമേരിക്കക്കാരെ വിശ്വസിപ്പിച്ചതുപോലെ ഈ യുദ്ധം വെനിസ്വേല പിടിച്ചെടുത്തതുപോലൊന്നും അമേരിക്കയ്ക്ക് ഒരാഴ്ച കൊണ്ട്, വെനിസ്വേല ഒരു ദിവസം കൊണ്ട് അല്ലെ 3 ദിവസം കൊണ്ട് പിടിച്ചെടുത്തെങ്കിൽ ഇറാൻ 3 ആഴ്ച മതി എന്നൊക്കെ പറഞ്ഞാണ് ട്രംപ് തുടങ്ങിയത്. ഇപ്പൊ 3 മാസവും കഴിഞ്ഞു, 4 മാസവും കഴിഞ്ഞു. ഇപ്പോ ഏറ്റവും ഒടുവിലത്തെ സൂചനകൾ പ്രകാരം അമേരിക്ക യുദ്ധത്തിൽ ജയിച്ചിട്ടൊന്നുമില്ല, അമേരിക്കക്ക് ജയിക്കാനുള്ള സാധ്യതയുമില്ല. ഇനി ട്രംപിന് മുന്നിൽ അവശേഷിക്കുന്നത് അതികഠിനമായ, അതീവ അപകടകരമായ റിസ്ക് ഉള്ള ഒരു കളിയാണ്. അതായത് സൈന്യത്തിന്റെ ജാർഗണുകളിൽ, സൈന്യത്തിന്റെ വാക്കുകളിൽ ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് എന്ന് പറയുന്ന കരയാക്രമണം. അതായത് അമേരിക്കൻ കരസേന ഇറാനിൽ ഇറങ്ങിയിട്ട് ഇറാനുമായിട്ട് യുദ്ധം ചെയ്യുക. ആ ഒരു യുദ്ധം 100 കണക്കിന് അമേരിക്കൻ സൈനികർ ഇറാനിൽ മരിച്ചു വീഴും. ഇറാന്റെ ആയിരക്കണക്കിന് സൈനികരും മരിച്ചു വീഴും. അമേരിക്കയുടെ ജനതയ്ക്ക് ഒരു പ്രതിസന്ധിയുണ്ട്. അമേരിക്കൻ സൈനികരെ യുദ്ധത്തിൽ മരിച്ചാൽ അവർക്കത് സഹിക്കില്ല. അമേരിക്കയിൽ ബോഡി ബാഗ് എന്ന് പറയുന്ന, അതായത് ശവപ്പെട്ടികൾ എത്തിച്ചേർന്നാൽ അമേരിക്കയിൽ വലിയ പ്രക്ഷോഭമുണ്ട്. ഇത് പിന്നെ അമേരിക്കൻ സൈന്യം അവിടെ ഇറങ്ങി തോറ്റോടിയാൽ അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഭീതിജനകമായ യുദ്ധമായിട്ട് മാറും. ഈ ഇറാൻ ഇറാഖ് യുദ്ധം നടന്ന കാലത്തെക്കുറിച്ച് ഞാൻ ആ കാലത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോ ആ യുദ്ധം റിപ്പോർട്ട് ചെയ്ത പാശ്ചാത്യ ലേഖകരൊക്കെ പറയുന്നത്, നമുക്ക്
ഈ പല പ്രദേശങ്ങളിലൂടെയും നമുക്ക് റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. എന്തെന്നാൽ അവിടെയൊക്കെ തന്നെ അഴുകുന്ന ശവശരീരങ്ങളുടെ, അത് കൊത്തിവലിക്കുന്ന മൃഗങ്ങളുടെ, അല്ലെങ്കിൽ അതിന്റെ ദുർഗന്ധം, അത് നമ്മളെ വല്ലാത്തൊരു ലോകത്തിൽ എത്തിക്കുമായിരുന്നു. ഇറാൻ ഇറാഖ് അതിർത്തിയിലുള്ള മരുഭൂമികളിൽ ഈ ശവങ്ങൾ, ചിതറിക്കിടക്കുന്ന ഈ ശവങ്ങൾ, ഇത് കൊത്തിവലിക്കുന്ന കഴുകനും അതുപോലുള്ള ജീവികളും, പിന്നെ അതുവഴി സഞ്ചരിക്കുന്ന മനുഷ്യരുടെ മുന്നിൽ കാണുന്ന ഈ അഴുകിയ മൃതശരീരൻ, ഇതൊക്കെ ഒരു വല്ലാത്ത ഭീതിജനകമായ അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചിരുന്നു. ഏതാണ്ട് ആ അവസ്ഥയിലേക്ക് ഇത് പോയി. ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ 10 ലക്ഷം ആൾക്കാരിലധികം, 15 ലക്ഷത്തോളം ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്, സൈനികൻ. അപ്പൊ ആ മരണത്തിന്റെ വ്യാപ്തി അത് നമ്മൾ ഊഹിക്കുന്നതിലും അപ്പുറമാണ്. അത് സൈനികർ മാത്രമല്ല, സിവിലിയൻസും ഒരുപാട്, ഇതിന്റെ അത്രയും തന്നെ സിവിലിയൻസ് ഒരുപക്ഷെ മരിച്ചു കാണും. ആ മരണത്തിന്റെ നമ്മുടെ മുന്നിൽ നേരിട്ട് നമ്മൾ മരണത്തെ കാണുന്ന അവസ്ഥകൾ, മരണത്തിന്റെ ഗന്ധവും മരണത്തിന്റെ ദൃശ്യവും മരണത്തിന്റെ സ്പർശവും ഒക്കെ എവിടെ തിരിഞ്ഞു നോക്കിയാലും അതൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന പ്രദേശമായിട്ട് ഇറാൻ മാറാനുള്ള സാധ്യത ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇറാൻ കൊടുത്തിരിക്കുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. അമേരിക്കൻ പട്ടാളം ഇറാനിൽ ഇറങ്ങിയാൽ ഇറാൻ കുവൈത്തും ബഹ്റിനും പിടിച്ചെടുക്കുമെന്ന്. അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇറാൻ സൈന്യത്തിന് നിസ്സാരമായിട്ട് കുവൈത്ത് പിടിച്ചെടുക്കാം. ബഹ്റൈനിലാകട്ടെ ജനസംഖ്യയുടെ ഒരു 30% ഷിയാക്കളാണ്. അവിടെ അല്ലെങ്കിൽ തന്നെ ഷിയ തീവ്രവാദികളൊക്കെ ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് കലാപം മൊത്തം പ്രദേശത്തേക്ക് ബാധിക്കുന്ന യുദ്ധം, അങ്ങനെ ഒരു ഭീകര സാധ്യത ഇപ്പൊ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. ഞാനിത് നമ്മുടെ ശ്രോതാക്കളിൽ ഭയം സൃഷ്ടിക്കാൻ പറയുന്നതല്ല, ഇതാണ് യാഥാർത്ഥ്യം. അവിടെ സമാധാനം കാതങ്ങൾ അകലെയാണ്. സമാധാനത്തിലേക്ക് ഇനി എളുപ്പ വഴിയൊന്നുമില്ല, കുറുക്കു വഴിയൊന്നുമില്ല. ആ യുദ്ധം വല്ലാത്ത ഒരു മഹായുദ്ധമായിട്ട് മാറാനും, ഇത്രയും മധ്യ ഏഷ്യയിലെ, സെൻട്രൽ ഏഷ്യയിലേക്ക് യുദ്ധം വ്യാപിച്ചാൽ എന്തൊക്കെ ആയിരിക്കും പരിണതഫലം എന്ന് നമുക്ക് തിരിച്ചറിയാനും പറ്റുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കും. സാമ്പത്തിക വശം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോ ഹോർമുസ് കടലിടുക്ക് അമേരിക്കയുടെ പിന്നെ അവിടെ സ്വതന്ത്രമായ സഞ്ചാരം ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പോ അമേരിക്ക ഹോർമൂസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഒന്നും നടന്നിട്ടില്ല. ഇറാനും നിയന്ത്രണമില്ല, അമേരിക്കയ്ക്കും നിയന്ത്രണമില്ല. ആ ഒരു അവസ്ഥയിലാണ്. അപ്പോ ഇതിന് ബദലായിട്ട് പല തുറമുഖങ്ങളും വികസിപ്പിക്കാനാണ്, ഒമാൻ കടലിലേക്ക് നേരിട്ട് പ്രവേശിക്കാനാണ് UAE, അതുപോലെ ചെങ്കടലിലൂടെ നേരിട്ട് അറേബ്യൻ കടലിലേക്ക് എത്തിച്ചേരാനാണ് സൗദിയും ഒക്കെ ശ്രമിക്കുന്നത്. അതായത് സമാന്തര പാതകൾ ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ വരുന്ന കാലങ്ങളിൽ ഗൾഫിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒരു പൈപ്പ് ലൈൻ വരാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വന്നിരിക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഹോർമൂസിന് ഒരുപക്ഷെ വരും കാലങ്ങളിൽ ഹോർമൂസിന്റെ പ്രാധാന്യം കുറയും. ഇനി യുദ്ധമൊക്കെ കഴിഞ്ഞ് സമാധാനത്തിലേക്ക് എത്തുമ്പോഴും പല രാജ്യങ്ങളും ഹോർമൂസ് പ്രിഫർ ചെയ്യാതിരിക്കും. അവര് ഹോർമൂസിനെ ഉപേക്ഷിച്ചിട്ട് മറ്റ് വഴികളും അവിടെയൊക്കെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളും പോർട്ടുകളും എല്ലാം വികസിപ്പിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ യുദ്ധം ചില അടിസ്ഥാന മാറ്റങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ഗൾഫും ഇറാനും വീണ്ടും ഒരു ചോദിക്കാം, ഈ അമേരിക്കൻ നിലനിൽക്കുന്ന സമാധാനം ഉണ്ടാവില്ല. സാർ, അമേരിക്കൻ സൈനികർ, എന്റെ ചോദ്യം, സാറ് തന്നെ പറഞ്ഞു, നമ്മൾ ഈ സംസാര മധ്യേ സാറ് പറഞ്ഞു പോയതാണ്, ആ അമേരിക്കൻ സൈനികർ മരണപ്പെടുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല എന്ന്. സാർ, ഒരു ഭരണാധികാരി എന്ന രീതിയിൽ ബഹുമാനപ്പെട്ട ട്രംപിന് ഇതൊക്കെ ഒരു ദീർഘവീക്ഷണം പോലെ കണ്ടുകൂടെ? കാര്യം അതൊക്കെ അവർക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും സാറ് ഇറാൻ ഇറാഖ് യുദ്ധത്തിൻ്റെ ചില കാഴ്ചകൾ പറയുമ്പോഴും ഇതൊക്കെ ദൂരവ്യാപകമായി സംഭവിക്കും എന്നൊരു ഭരണാധികാരി എന്ന രീതിയിൽ അദ്ദേഹത്തിന് ചിന്തിക്കാവുന്നതല്ലേ? ഒരു വല്ലാത്ത അവസ്ഥയിലേക്കല്ലേ പോകുന്നത്? ഇല്ല, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള ഒരു അവസ്ഥയിലാണ്. കാരണം ഈ യുദ്ധത്തിന് വെറും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത മാത്രമല്ല, ഗൾഫിന് ഇറാനോടുള്ള ഇഷ്ടക്കേട് ഒരു ഭാഗത്ത്, ഇസ്രായേലും ഇറാനും തമ്മിൽ ആണവ ബോംബുള്ള ഇസ്രായേലിന് ഉയർത്തുന്ന ഭീഷണി മറുഭാഗം.
അങ്ങനെ നിരവധി വിഷയങ്ങളുള്ളതുകൊണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇറാനെ കീഴ്പ്പെടുത്താതെ, ഇറാനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാതെ മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന് സാധ്യമല്ലായിരുന്നു. അതിന് മറ്റു വഴികൾ നോക്കാൻ ഉള്ള ഒരു ഔചിത്യം അദ്ദേഹം കാണിച്ചില്ല എന്നുള്ളത് ശരി തന്നെയാണ്. പിന്നെ അമേരിക്കയുടെ ദൗർബല്യങ്ങൾ അമേരിക്ക തന്നെ തിരിച്ചറിയുന്ന യുദ്ധമായിരിക്കും. അമേരിക്ക വിചാരിച്ചതുപോലെ ചെറിയ രാജ്യമായ വെനിസ്വേലയിൽ ഒരു ടെസ്റ്റ് ഡോസ് നടത്തിയിട്ടാണ് ഇവിടെ വന്നത്. പക്ഷെ അവിടെ അത് വേറെ ഇത് വേറെ, പള്ളി വേറെ പള്ളിക്കൂടം വേറെ. അതിപ്പോ ട്രംപ് തിരിച്ചറിയാം. അപ്പൊ കണക്കുകൂട്ടലിൽ പിഴച്ചുപോയി. അതാണ് സംഭവിച്ചത്. അപ്പൊ അറിയാമായിരുന്നോ ട്രംപിന് ഇതൊക്കെ അറിഞ്ഞുകൂടെ എന്ന് ചോദിച്ചാൽ അറിയാം. പക്ഷെ പല പല താല്പര്യങ്ങളാണ്. ഇതിനേക്കാൾ വലിയൊരു താല്പര്യം അപ്പുറത്തുണ്ടായിരുന്നു. ഈ ഊർജ മേഖലയുടെ പരിപൂർണ നിയന്ത്രണം, അതായത് ഗൾഫിനെ ഒന്നുകൂടെ വരുതിക്ക് നിർത്താം. ഇറാനെ തോപ്പിച്ച് അമേരിക്ക ഇപ്പൊ നിന്നിരുന്നെങ്കിൽ, ഇറാനിൽ ഷിയാക്കളുടെ ഒരു തിയോക്രസി ഭരണകൂടം മാറിയിരുന്നെങ്കിൽ അമേരിക്കയുടെ ഒരു ശക്തി 10 മടങ്ങ് ഗൾഫിൽ വർദ്ധിച്ചേനെ. ഇതിപ്പോ കയ്യിലിരുന്നതും പോയി, ലക്ഷ്യം വെച്ചത് കിട്ടിയുമില്ല. അങ്ങനത്തെ ഒരു പ്രതിസന്ധിയിലാണ് ട്രംപ് ചെന്നുപെട്ടത്. സ്വാഭാവികമായിട്ടും ഇനിയിപ്പം ഇതിന്ന് ഇട്ടിട്ട് ഓടാൻ പറ്റത്തില്ല. കാരണം ഇനി ഓടിപ്പോയി കഴിഞ്ഞാൽ വലിയ നാണക്കേടാണ്. അടുത്തത് മറ്റ് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ അമേരിക്കയുടെ മുഖം നഷ്ടപ്പെട്ടു. ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ചെകുത്താനും കടലിനും ഇടയ്ക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ചിലർ പറയുന്ന അമേരിക്ക തന്നെ ഒരു ചെകുത്താനാണെന്നാണ്. എന്തായാലും ശരി, ഇത് നേടിയെടുക്കാൻ വന്നത് ഒരു ലക്ഷ്യവും സാധിച്ചുമില്ല. ഹോർമൂസ്, ഇതുവരെ സമാധാനം ഉണ്ടായിരുന്ന ഹോർമൂസ് നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോ തീർച്ചയായിട്ടും ട്രംപ് മുൻകൂട്ടി കാണുന്നതിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ നമ്മൾ വിലയിരുത്തേണ്ട വരും. ട്രംപിന് ഇത്തരം ബോധമില്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ട വരും. ദൗർഭാഗ്യവശാൽ അതാണ് ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള യാഥാർത്ഥ്യം. എന്തായാലും ശരി, ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ സംഭവ വികാസങ്ങൾ അവിടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതൊന്നും ആശാവഹമായ കാര്യങ്ങൾ ആവണമെന്നില്ല. കൂടുതൽ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വിശകലനങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. എല്ലാവർക്കും അതുവരെ നമസ്കാരം. താങ്ക് യു സാർ.